PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ ശൈലികൾ എന്നൊരു ടോപ്പിക്കാണ്. ഇത് PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള ശൈലികളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റ് നമുക്ക് നോക്കാം. അകമ്പടി കൂടുക എന്ന ശൈലിയുടെ അർത്ഥം ഉപചാരമായി കൂടെ നടക്കുക എന്നാണ്. അകമ്പടി കൂടുക എന്ന ശൈലിയുടെ അർത്ഥം. അതുപോലെ അകത്തമ്മ ചമയുക എന്ന് പറഞ്ഞാൽ വലിയ മേന്മ നടിക്കുക എന്നാണ് അർത്ഥം. അകത്തമ്മ ചമയുക, വലിയ മേന്മ നടിക്കുക. അക്കരെപ്പച്ച എന്ന് പറഞ്ഞാൽ അകലെയുള്ളതിനെ കുറിച്ചുള്ള മിഥ്യാഭ്രമം എന്ന് പറയും, അല്ലെ? അക്കരെപ്പച്ച. അപ്പൊ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം മറ്റൊരു കാര്യമാണ് നല്ലതെന്ന് തോന്നുക, ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്താണ് നല്ലതെന്ന് തോന്നുക. അങ്ങനെ ഒരു സ്ഥിരതയില്ലാത്ത ഒരു സ്വഭാവത്തെ കാണിക്കാനാണ് അക്കരെപ്പച്ച എന്ന് ഉദ്ദേശിക്കുന്നത്. അക്കരെപ്പറ്റുക എന്ന് പറഞ്ഞാൽ വിഷമഘട്ടം തരണം ചെയ്യുക എന്നാണ് അർത്ഥം. അക്കരെപ്പറ്റുക, വിഷമഘട്ടം തരണം ചെയ്യുക. അക്കിടി പറ്റുക നമുക്കെല്ലാം അറിയാലോ, അബദ്ധം പറ്റുക എന്നാണ് അർത്ഥം. അക്കിടി പറ്റുക, അബദ്ധം പറ്റുക. അഗ്രതാമ്പൂലം എന്ന് പറയുന്നത് മാന്യമായ സ്ഥാനമാണ്. അഗ്രതാമ്പൂലം മാന്യമായ സ്ഥാനം. അഗ്നിപരീക്ഷ നമുക്കറിയാലോ. അഗ്നിപരീക്ഷ എന്ന് വെച്ചാൽ കഠിനമായ പരീക്ഷണമാണ്. അഗ്നിപരീക്ഷ കഠിനമായ പരീക്ഷണം. അങ്ങാടിപ്പാട്ട് എന്ന് പറഞ്ഞാൽ പരസ്യമാകുക എന്നാണ്. അങ്ങാടിപ്പാട്ട്, പരസ്യം, അതാണ് അങ്ങാടിപ്പാട്ട്. അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട്. ഈ ശൈലിയുടെ അർത്ഥം അന്യരോട് സാധിക്കാത്തത് സ്വന്തക്കാരോട് ചെയ്യുക. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ദേഷ്യം തോന്നിയാൽ അത് പറയുന്ന ആളോട് ചിലപ്പോൾ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ദേഷ്യം മറ്റുള്ള ആൾക്കാരോടായിരിക്കും തീർക്കുന്നത്. അതൊക്കെയാണ് അങ്ങാടി തോറ്റാൽ അമ്മയോട് എന്ന ശൈലിയുടെ അർത്ഥം. അന്യരോട് സാധിക്കാത്തത് സ്വന്തക്കാരോട് ചെയ്യുക. അങ്ങാടി മരുന്നോ പച്ചമരുന്നോ, സ്വരൂപജ്ഞാനമില്ലായ്മയാണ് ഇത്. അങ്ങാടി മരുന്നോ പച്ചമരുന്നോ, സ്വരൂപജ്ഞാനമില്ലായ്മ. അതാണ് അങ്ങാടി മരുന്നോ പച്ചമരുന്നോ എന്ന ശൈലിയുടെ അർത്ഥം. അടുത്തത് അംഗവും കാണാം താളിയും ഒടിക്കാം. രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് സാധിക്കുന്നതിനാണ് ഇങ്ങനെ പറയുന്നത്. അംഗവും കാണാം താളിയും ഒടിക്കാം. രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് സാധിക്കുന്നതിനാണ് ഇങ്ങനെ പറയുന്നത്. അടുത്തത് അജഗജാന്തരം. ഇതൊരു സിനിമാ പേര് ആണ്, അല്ലെ? അജഗജാന്തരം, അല്ലെ? അജഗജാന്തരം എന്ന് പറയുന്നത് വലിയ വ്യത്യാസമെന്നാണ്. അജം ആട്, ഗജം ആനയാണല്ലോ. അപ്പോൾ വലിയ വ്യത്യാസത്തെ കാണിക്കാനാണ് അജഗജാന്തരം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ അജകളസ്ഥനം എന്ന് പറയുന്നത് പ്രയോജനരഹിതമായ അലങ്കാര വസ്തു എന്നാണ്. അജകളസ്ഥനം എന്ന വാക്കിന്റെ അർത്ഥം പ്രയോജനരഹിതമായ അലങ്കാര വസ്തു എന്നാണ്. അതേപോലെ അഞ്ചാം പത്തി, ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. അഞ്ചാം പത്തി എന്ന് പറയുന്നത് ഒറ്റുകാരൻ അല്ലെങ്കിൽ അവസരവാദിയെയാണ് അഞ്ചാം പത്തി എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ അർദ്ധരാത്രിക്ക് കുടപിടിക്കുക, ഇത് നമ്മൾ നാട്ടിൻപുറത്ത് കേൾക്കാറുള്ള ഒരു ശൈലിയാണ്. അർദ്ധരാത്രിക്ക് കുടപിടിക്കുക, അത് അനാവശ്യമായ ആഡംബരം കാണിക്കുക, അതിന് ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് അർദ്ധരാത്രിക്ക് കുടപിടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അനാവശ്യമായ ആഡംബരം കാണിക്കുകയാണെങ്കിൽ നമുക്ക് അർദ്ധരാത്രിക്ക് കുടപിടിക്കുക എന്ന് പറയാം. അതേപോലെ അതിര് കടക്കുക എന്ന് പറഞ്ഞാൽ മര്യാദ വിടുക എന്നാണ്. മര്യാദ വിട്ട് പെരുമാറുക, അല്ലെ? അതാണ് അതിര് കടക്കുക. അതേപോലെ അത്തിപ്പഴത്തോളം, അത് അല്പം എന്നാണ്. അതിന്റെ അർത്ഥം അത്തിപ്പഴത്തോളം എന്ന് പറഞ്ഞാൽ അല്പം എന്നേ അർത്ഥമുള്ളൂ. അദരാനുകമ്പ എന്ന് പറഞ്ഞാൽ വാക്കിൽ മാത്രമുള്ള ആനുകൂല്യമാണ് അദരാനുകമ്പ എന്ന് ഉദ്ദേശിക്കുന്നത്. വാക്കിൽ മാത്രമുള്ള ആനുകൂല്യമാണ് അദരാനുകമ്പ. അതേപോലെ അദരവ്യായാമം ചെയ്യുക എന്ന് പറഞ്ഞാൽ വ്യർത്ഥമായ സംസാരം എന്നാണ്. വെറുതെ വാദോരാതെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഒരു കഥയുമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അതാണ് അദരവ്യായാമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് അനന്തൻകാട് ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അനന്തൻകാട് ഭയമുണ്ടാക്കുന്ന സ്ഥലത്തെയാണ് അനന്തൻകാട് എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഭയമുണ്ടാക്കുന്ന ഒരു സ്ഥലത്തെ സൂചിപ്പിക്കാൻ നമുക്ക് അനന്തൻകാട് എന്ന ശൈലി ഉപയോഗിക്കാം. അതേപോലെ അന്യം നിൽക്കുക, അവകാശിയില്ലാതാവുക എന്നാണ് അന്യം നിൽക്കുക എന്ന ശൈലിയുടെ അർത്ഥം. അന്യം നിൽക്കുക, അവകാശിയില്ലാതാവുക. അതേപോലെ അന്തിവായ്പ എന്ന് പറയുന്നത് നിസാര സഹായത്തെയാണ്. അതായത് നിസാരമായ ഒരു സഹായം ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് അന്തിവായ്പ എന്ന ശൈലി പ്രയോഗിക്കാം. അതേപോലെ അരിയെത്തുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ് അർത്ഥം. അരിയെത്തുക, മരിക്കുക. അമ്പലം വിഴുങ്ങി എന്ന് പറയുന്നത് പെരുങ്കള്ളന്മാരെയാണ് അമ്പലം വിഴുങ്ങി എന്ന് ഉദ്ദേശിക്കുന്നത്. പെരുങ്കള്ളന്മാരെയാണ്.
അതേപോലെ അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം മുഴുവനും കൊള്ള ചെയ്യുക എന്നുള്ളതാണ്. മുഴുവനും കൊള്ള ചെയ്യുക. അമ്പലം വിഴുങ്ങുക, മുഴുവനും കൊള്ള ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നമ്മുടെ 65-ാം വിശേഷാൽ പതിപ്പിലെ PSC ബുള്ളറ്റിലെ വിശേഷാൽ പതിപ്പിലെ പല ടോപ്പിക്കുകളൊക്കെ നമ്മൾ പല സമയങ്ങളായിട്ട് ഇടുന്നുണ്ട്. അതൊക്കെ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം തന്നെ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾ സന്ദർശിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെയുള്ള കേരളം ഭരണവും ഭരണ സംവിധാനവും കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ ടോപ്പിക്കുകളുടെ പ്ലേലിസ്റ്റ് ഉണ്ട്. നിങ്ങളതെല്ലാം കാണാൻ ശ്രമിക്കുക. പരീക്ഷയ്ക്ക് വേണ്ട ടോപ്പിക്കുകൾ മാത്രമേ ഞാൻ ക്ലാസ്സിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ. കാണുക. അടുത്തത് അടവ് പിഴയ്ക്കുക എന്നാണ്. അടവ് പിഴയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്ത്രം തെറ്റുക എന്നാണ് അർത്ഥം. തന്ത്രം തെറ്റുക, അടവ് പിഴയ്ക്കുക, തന്ത്രം തെറ്റുക. അടിക്കല്ല് മാന്തുക. അടിക്കല്ല് മാന്തുക ഉന്മൂലനാശം വരുത്തുക എന്നാണ്. അടിക്കല്ല് മാന്തുക ഉന്മൂലനാശം വരുത്തുക. അടിതെറ്റുക. അടിതെറ്റുക സ്ഥാനം പിഴയ്ക്കുക എന്നാണ്. അടിതെറ്റുക. അടിതെറ്റുക സ്ഥാനം പിഴയ്ക്കുക. അടിതെറ്റിയാൽ ആനയും വീഴുമെന്ന് കേട്ടിട്ടില്ലേ? അടിപ്പെടുക. അടിപ്പെടുക മീൻസ് തോൽക്കുക എന്നാണ് അർത്ഥം. അടിപ്പെടുക, തോൽക്കുക. അടിപ്പെടുക, തോൽക്കുക. അടുക്കള കലഹം. സ്ത്രീകൾ തമ്മിലുള്ള വഴക്കിനെയാണ് അടുക്കള കലഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുക്കളക്കാര്യം, അത് വീട്ടുകാര്യമാണ് അടുക്കളക്കാര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുക്കളക്കാര്യം, വീട്ടുകാര്യം. അടുക്കളക്കുറ്റം. അടുക്കളക്കുറ്റം എന്ന് പറയുന്നത് ചാരിത്ര്യ ഭംഗം എന്നാണ്. അത് കണക്ട് ചെയ്യാൻ പറ്റില്ല, എന്നാലും നിങ്ങൾ ഓർത്തിരിക്കുക. അടുക്കളക്കുറ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചാരിത്ര്യ ഭംഗമാണ്. അടുക്കളക്കുറ്റം. അടുക്കള മിടുക്ക് എന്ന് പറയുന്നത് സ്ത്രീകളുടെ സാമർത്ഥ്യത്തെ കുറിക്കാനാണ് ഈ ശൈലി ഉപയോഗിക്കുന്നത്. അടുക്കള മിടുക്ക് എന്ന ശൈലി സ്ത്രീകളുടെ സാമർത്ഥ്യത്തെ കുറിക്കാനാണ്. അട്ടിപ്പേർ. അട്ടിപ്പേർ. അട്ടിപ്പേർ എന്ന് പറഞ്ഞാൽ സ്വന്തവും ശാശ്വതവുമായത് എന്നാണ് അർത്ഥം. അട്ടിപ്പേർ സ്വന്തവും ശാശ്വതവുമായത്, അതാണ് അട്ടിപ്പേർ. അതേപോലെ അരവൈദ്യൻ ആളെ കൊല്ലും എന്ന് പറഞ്ഞാൽ അല്പജ്ഞാനം ആപത്ത്, അല്ലെ? ഒരു കാര്യത്തെക്കുറിച്ച് വളരെ കുറച്ച് അറിവ് മാത്രമേ കാണത്തുള്ളൂ. അത് വെച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞും മറ്റുള്ളവരെ കുഴപ്പത്തിലാക്കുന്നതിനാണ് അരവൈദ്യൻ ആളെ കൊല്ലും എന്ന് പറയുന്നത്. അടുത്തത് അരണബുദ്ധി. അരണബുദ്ധി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മറക്കുന്ന സ്വഭാവത്തെ കാണിക്കാനാണ് അരണബുദ്ധി എന്ന ശൈലി ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് മറക്കുന്ന സ്വഭാവത്തെ കാണിക്കാനാണ് അരണബുദ്ധി എന്ന ശൈലി ഉപയോഗിക്കുന്നത്. അഴകിയ രാവണൻ. മമ്മൂട്ടി, അല്ലെ? അഴകിയ രാവണൻ മമ്മൂട്ടിയാണോ? അഴകിയ രാവണൻ കെട്ടിയൊരുങ്ങിയ ജളൻ എന്നാണ് അർത്ഥം. അഴകിയ രാവണൻ കെട്ടിയൊരുങ്ങിയ ജളൻ എന്നാണ് അർത്ഥം. ആകാശകുസുമം. ആകാശകുസുമം എന്ന് പറഞ്ഞാൽ സംഭവിക്കാത്ത കാര്യം എന്നാണ്. ആകാശകുസുമം സംഭവിക്കാത്ത കാര്യത്തെ കുറിക്കാനാണ് ആകാശകുസുമം എന്നുള്ള ശൈലി ഉപയോഗിക്കുന്നത്. അതേപോലെ ആകാശക്കോട്ട കെട്ടുക. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ? കാസിൽ ഇൻ ദ എയർ എന്ന്, മേക്ക് കാസിൽ ഇൻ ദ എയർ, അല്ലെ? ആകാശക്കോട്ട കെട്ടുക എന്ന് പറഞ്ഞാൽ മനോരാജ്യം കാണുക എന്നാണ്. മനോരാജ്യം കാണുക, വെറുതെ സ്വപ്നം കണ്ടിരിക്കുക. ആകാശ പുരാണം എന്ന് പറയുന്നത് അസത്യമായ കാര്യമാണ്. ആകാശപുരാണം അസത്യമായ കാര്യം. ആകാശപുരാണം അസത്യമായ കാര്യം. ആകാശ പന്തലിടുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമില്ലാതെ നിർമ്മിക്കുന്നതിനായാണ് ആകാശപ്പന്തലിടുക എന്ന് പറയുന്നത്. അടിസ്ഥാനമില്ലാതെ നിർമ്മിക്കുക. ആപ്പ് പിഴുത കുരങ്ങ്. ആപ്പ് പിഴുത കുരങ്ങിന് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ സ്കൂളിൽ ഈ പാഠം ഇങ്ങനെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ? ആപ്പ് പിഴുത കുരങ്ങ്. ഇപ്പോഴത്തെ സിലബസിൽ ആ ഒരു പാഠമില്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലേ? എന്താണ്? വേണ്ടാത്തത് ചെയ്ത് ആപത്തിൽപ്പെട്ടവനാണ് ആപ്പ് പിഴുത കുരങ്ങ് എന്ന് പറയുന്നത്. ആ കഥ നിങ്ങൾ പഴയ സിലബസിൽ ഉണ്ടായിരുന്നു. ഒരു കുരങ്ങ് ആപ്പ് പിഴുകുന്ന ഒരു കഥയായിട്ട്, ആപ്പ് പിഴുത കുരങ്ങ് എന്ന് പറഞ്ഞിട്ട്. വേണ്ടാത്തത് ചെയ്ത് ആപത്തിൽപ്പെട്ടവനെയാണ് നമുക്ക് ആപ്പ് പിഴുത കുരങ്ങ് എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആചന്ദ്രധാരം. ആചന്ദ്രധാരം എക്കാലവും. ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. ആചന്ദ്രധാരം എന്നുള്ള ശൈലി എക്കാലവും എന്നാണ് അതിനർത്ഥം. ആചന്ദ്രധാരം എക്കാലവും. അതേപോലെ ആടാചാക്യാർ. ആടാചാക്യാർ എന്ന് പറയുന്നത് ജോലിയിൽ സാമർഥ്യമില്ലാത്തവൻ എന്നാണ്. ജോലിയിൽ സാമർഥ്യമില്ലാത്തവനെ കാണിക്കാൻ നമുക്ക് ആടാചാക്യാർ എന്ന പ്രയോഗം നടത്താം. ആടുമേഞ്ഞ കാട്. ആടുമേഞ്ഞ കാട് എന്ന് പറഞ്ഞാൽ ശൂന്യമായ സ്ഥലം എന്നാണ് അർത്ഥം. ആടുമേഞ്ഞ കാട് ശൂന്യമായ സ്ഥലം. ആനച്ചന്തം. ആനച്ചന്തം ആകെ കൂടിയുള്ള ഭംഗി, അതിനെ കാണിക്കാനാണ് ആനച്ചന്തം ഉപയോഗിക്കുന്നത്. ആനച്ചന്തം ആകെ കൂടിയുള്ള ഭംഗി. അതുപോലെ ആയിരം കണ്ണ്. ആയിരം കണ്ണ് അതിസൂക്ഷ്മതയെ കാണിക്കാനാണ് ആയിരം കണ്ണ് ഉപയോഗിക്കുന്നത്. അതിസൂക്ഷ്മത. അതേപോലെ ആയില്യക്കൊടി കെട്ടുക. ആയില്യക്കൊടി കെട്ടുക എന്ന് പറഞ്ഞാൽ വഴക്കിന് പുറപ്പെടുക എന്നാണ് അർത്ഥം. ആയില്യക്കൊടി കെട്ടുക, വഴക്കിന് പുറപ്പെടുക. വഴക്കിന് പുറപ്പെടുക, അതാണ് ആയില്യക്കൊടി കെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം. വഴക്കിന് പുറപ്പെടുക എന്നാണ്.
ആലത്തൂർ കാക്ക, ഇത് പലതവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആലത്തൂർ കാക്ക, ആലത്തൂർ കാക്ക ആശിച്ച് കാലം കഴിക്കുന്നവനെ പറയുന്ന പ്രയോഗമാണ് ആലത്തൂർ കാക്ക. ആശിച്ച് കാലം കഴിക്കുന്നവൻ, ആലത്തൂർ കാക്ക. ആറാട്ടുകൊമ്പൻ, ആറാട്ടുകൊമ്പൻ, ആറാട്ടണ്ണനെ അറിയാല്ലേ, മറ്റേ സോഷ്യൽ മീഡിയയിൽ മറ്റേ റിവ്യൂ പറയുന്ന ഒരാൾ, ആറാട്ടണ്ണൻ. ഇതല്ല, ആറാട്ടുകൊമ്പനാണിത്. ആറാട്ടുകൊമ്പൻ വലിയ പ്രധാനി, വലിയ പ്രധാനിയെ സൂചിപ്പിക്കാനാണ് ആറാട്ടുകൊമ്പൻ എന്ന പ്രയോഗം ഉപയോഗിക്കുന്നത്. ആറാട്ടുകൊമ്പൻ വലിയ പ്രധാനി, പ്രധാനി. ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിക്കുക, ആപത്തിനുമേൽ ആപത്ത് വരിക. അതായത് ഒന്നൊഴിയാതെ ആപത്ത് വന്നുകൊണ്ടിരിക്കുന്നതിനാണ് ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിക്കുക എന്ന് പറയുന്നത്. ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിക്കുക, ആപത്തിനുമേൽ ആപത്ത് വരിക. നിങ്ങൾക്ക് ഈ ചാനലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേപോലെ തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക. കാരണം നമ്മൾ ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. അടുത്തത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക എന്നാണ്. അത് തൽക്കാല പരിഹാരം കാണുന്നതിനാണ് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക എന്ന ശൈലി ഉപയോഗിക്കുന്നത്. ഇത്തിൽ കണ്ണി വിനാശകാരി എന്നാണ് ഇത്തിൽ കണ്ണിയുടെ അർത്ഥം. വിനാശകാരി, ഇത്തിൽ കണ്ണി. അതുപോലെ ഇലയിട്ട് ചവിട്ടുക എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം നിന്ദിക്കുക എന്നാണ് അർത്ഥം. ഇലയിട്ട് ചവിട്ടുക, മനഃപൂർവ്വം നിന്ദിക്കുക. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇലയിട്ട് ചവിട്ടാറില്ലല്ലോ. ഇപ്പം ഇല നമ്മൾ അല്ലേ, ഇപ്പം സദ്യക്കാണെങ്കിൽ ഇല യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇല അത് അറിഞ്ഞുകൊണ്ട് ഇലയിട്ട് ചവിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ശരിയായ ഒരു ഇതല്ല, മനഃപൂർവ്വം നിന്ദിക്കുന്നതിന് തുല്യമാണ് അല്ലേ. അങ്ങനെയൊക്കെ ഓർത്തിരുന്നാൽ മതി. ഇലയിട്ട് ചവിട്ടുക, മനഃപൂർവ്വം നിന്ദിക്കുക. ഇലവ് കാത്ത കിളി, ഇത് ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ഫലമില്ലാതെ കാത്തിരിക്കുന്നവനാണ് ഇലവ് കാത്ത കിളി. ഫലമില്ലാതെ കാത്തിരിക്കുന്നവൻ, ഇലവ് കാത്ത കിളി. ഇല്ലത്തെ പൂച്ച എവിടെയും പ്രവേശനമുള്ള ആളാണ് ഇല്ലത്തെ പൂച്ച എന്ന് പറയുന്നത്. ചിലരങ്ങനെയാണ് അല്ലെ, എവിടെയും പ്രവേശനമുള്ളവരാണ് ചിലർ. അവരെ നമുക്ക് എന്ത് വിളിക്കാം? ഇല്ലത്തെ പൂച്ച എന്ന് വിളിക്കാം. ഇഞ്ചി കടിക്കുക മീൻസ് ദേഷ്യപ്പെടുക എന്നാണ്. ദേഷ്യപ്പെടുക. അപ്പൊ ദേഷ്യപ്പെടുന്നതിനാണ് ഇഞ്ചി കടിക്കുക എന്ന ശൈലി ഉപയോഗിക്കുന്നത്. ഉണ്ടചോറിൽ കല്ലിടുക എന്ന് പറഞ്ഞാൽ നന്ദികേട് കാണിക്കുക എന്നാണ് അർത്ഥം. ഉണ്ടചോറിൽ കല്ലിടുക, നന്ദികേട് കാണിക്കുക. ഉലക്കമേൽ കിടക്കുക, അസാധ്യമായ കാര്യം ചെയ്യുന്നതിനാണ്. അസാധ്യമായ കാര്യം ചെയ്യുക, അതിനാണ് ഉലക്കമേൽ കിടക്കുക എന്ന് പറയുന്നത്. അസാധ്യമായ കാര്യം ചെയ്യുക, ഉലക്കമേൽ കിടക്കുക. അതുപോലെ ഉരുളയ്ക്കുപ്പേരി ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ചുട്ട മറുപടി, അതാണ് ഉരുളയ്ക്കുപ്പേരി ചുട്ട മറുപടി. തർക്കുത്തരം എന്ന് പറയൂലേ, കൊളോക്കിലി. ഉർവശി ചമയുക എന്നാ പറഞ്ഞാൽ മഹാസുന്ദരി എന്ന് ഭാവിക്കുക, അതാണ് ഉർവശി ചമയുക, മഹാസുന്ദരി എന്ന് ഭാവിക്കുക. അതേപോലെ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് ദോഷം ഗുണമായി തീരുന്ന അവസ്ഥയാണ്. ഉർവശി ശാപം ഉപകാരം, ഒരു ദോഷം ഗുണമായി തീരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഉർവശി ശാപം ഉപകാരം എന്ന് നമുക്ക് പറയാം. അതേപോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞാൽ സകലതും എന്നാണ് അർത്ഥം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സകലതും. ഉപ്പുകൂട്ടി തിന്നുക എന്ന ശൈലിയുടെ അർത്ഥം നന്ദി കാണിക്കുക എന്നാണ്. ഉപ്പുകൂട്ടി തിന്നുക, നന്ദി കാണിക്കുക. ഉപ്പും ചോറും തിന്നുക എന്ന് പറഞ്ഞാൽ ആശ്രിതനായി കഴിയുക. ചിലർ പറഞ്ഞില്ലേ, ഞാൻ അവരുടെ ഉപ്പും ചോറും നിന്നാണ് വളർന്നത് എന്നൊക്കെ പറയത്തില്ല. അപ്പം ആ നന്ദി അല്ലെ, ആശ്രിതനായി കഴിയാനുള്ള ആ ഒരു ഇതാണ് അവർ പറയുന്നത്. ഉപ്പും ചോറും തിന്നുക, ആശ്രിതനായി കഴിയുക. അതേപോലെ ഉപ്പ് കൂട്ടി തിന്നുക, അത് നന്ദി കാണിക്കുക എന്നാണ്. ഇനി ഉള്ളി തൊലിക്കുക എന്ന് പറഞ്ഞാൽ അത് വൃഥാ പരിശ്രമിക്കുക അല്ലെ, വൃഥാ പരിശ്രമിക്കുക, അതാണ് ഉള്ളി തൊലിക്കുക. ഊന്നുവടി, ഉഴുന്നുവടയല്ല, ഊന്നുവടി ആശ്രയം എന്നാണ്. ഊന്നുവടി ആശ്രയം. ഊഴിയം നടത്തുക, ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുക, അതാണ് ഊഴിയം നടത്തുക എന്ന് പറയുന്നത്. ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുക, അതാണ് ഊഴിയം നടത്തുക. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും പരീക്ഷ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിലൂടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. എച്ചിലെടുക്കുക എന്ന് പറയുന്നത് ദാസ്യവൃത്തി ചെയ്യുക എന്നാണ്. എച്ചിലെടുക്കുക, ദാസ്യവൃത്തി ചെയ്യുക. എണ്ണിച്ചുട്ട അപ്പം, ആ ശൈലിയുടെ അർത്ഥം പരിമിതമായ വസ്തു എന്നാണ്. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. എണ്ണിച്ചുട്ട അപ്പം എന്ന ശൈലിയുടെ അർത്ഥം പരിമിതമായ വസ്തു എന്നാണ്. എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ക്ലേശം വർദ്ധിപ്പിക്കുക എന്നാണ് അർത്ഥം. ക്ലേശം വർദ്ധിപ്പിക്കുക. എരുതിയിൽ എണ്ണ ഒഴിക്കുക, ക്ലേശം വർദ്ധിപ്പിക്കുക. എള്ള് കീറുക, കർശനമായി പെരുമാറുക, അതാണ് എള്ള് കീറുക, കർശനമായി പെരുമാറുക. എൻപിള്ള നയം എന്ന് പറയുന്നത് സ്വന്തക്കാരോട് കൂറുകാട്ടുന്നതിനാണ് എൻപിള്ള നയം എന്ന് പറയുന്നത്. എട്ടാം പൊരുത്തം യോജിപ്പില്ലായ്മയാണ്. എട്ടാം പൊരുത്തം യോജിപ്പില്ലായ്മ.
എണ്ണക്കഴിക്ക എന്ന് പറയുന്നത് ഉത്കണ്ഠാപൂർവം കാത്തിരിക്കുന്നതിനെയാണ് എണ്ണക്കഴിക്ക എന്ന് പറയുന്നത്. ഉത്കണ്ഠാപൂർവം കാത്തിരിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ അതേപോലെ ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. ഒരു ലൈക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നുണ്ട്, നിങ്ങളിത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതെനിക്കൊരു പ്രോത്സാഹനമാണ്. പിന്നെ നിങ്ങൾ നല്ല രീതിയിലാണ് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നത്. ആ കമൻറ്റ് തന്നെ എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാണ്. അപ്പോൾ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും, ലൈക്ക് ചെയ്യുന്ന എല്ലാവർക്കും, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സഹകരണം വേണം. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് സഹകരിക്കുക. എംബ്രാൻ്റെ വിളക്കത്ത് എന്ന് പറയുന്നത് പരസഹായത്തോടെ എന്നാണ്. എംബ്രാൻ്റെ വിളക്കത്ത് പരസഹായത്തോടെ. എഴുതാപ്പുറം വായിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ദുർവ്യാഖ്യാനം ചെയ്യുക എന്നാണ്. എഴുതാപ്പുറം വായിക്കുക, ദുർവ്യാഖ്യാനം ചെയ്യുക. ഏട്ടിലെ പശു പ്രയോഗസാധ്യമല്ലാത്ത വിജ്ഞാനം. അതാണ് ഏട്ടിലെ പശു, പ്രയോഗസാധ്യമല്ലാത്ത വിജ്ഞാനം. ഏഴാം കൂലി അംഗീകാരമില്ലാത്തവൻ. അംഗീകാരമില്ലാത്തവനെയാണ് ഏഴാം കൂലി എന്ന് പറയുന്നത്. ഏറാൻ മൂളുക എന്ന് പറഞ്ഞാൽ എല്ലാം സമ്മതിക്കുക എന്നാണ്. ഏറാൻ മൂളുക, എല്ലാം സമ്മതിക്കുക. ഇതൊക്കെ നമ്മൾ കുറേയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ശൈലികളാണല്ലേ. അർത്ഥം പക്ഷേ ഇങ്ങനെയാണെന്ന് ഇപ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. ഏറാൻ മൂളുക, എല്ലാം സമ്മതിക്കുക. ഏഴാം കൂലി അംഗീകാരമില്ലാത്തവൻ. ഒച്ചിഴയുക എന്ന് പറഞ്ഞാൽ മന്ദഗതിയിൽ പോവുക, അതിനെയാണ് ഒച്ചിഴയുക എന്ന് പറയുന്നത്. ഒപ്പാരി ചൊല്ലുക അനുശോചിക്കുക എന്നാണ് അർത്ഥം. ഒപ്പാരി ചൊല്ലുക അനുശോചിക്കുക. ഓതിരം മറിയുക അഭ്യാസം കാട്ടുക എന്നാണ്. ഓതിരം, കടകൻ, പൂഴിക്കടകൻ ഇതൊക്കെ നമ്മുടെ കളരിയായിട്ട് ബന്ധപ്പെട്ടതല്ലേ. അപ്പോൾ ഓതിരം മറിയുക എന്ന് പറഞ്ഞാൽ അഭ്യാസം കാട്ടുക എന്നാണ്. അതേപോലെ ഓട്ടപ്രദക്ഷിണം നടത്തുക എന്ന് പറഞ്ഞാൽ തിടുക്കത്തിൽ കൃത്യം നിർവഹിക്കുക എന്നാണ്. നമ്മൾ പരീക്ഷയുടെ സമയത്തിൽ നമ്മുടെ ടഫായിട്ടുള്ള ടോപ്പിക്കുകളിലൊക്കെ കൂടെ നമ്മളൊരു ഓട്ടപ്രദക്ഷിണം നടത്താറുണ്ട് അല്ലേ. തിടുക്കത്തിൽ പെട്ടെന്നൊക്കെ ഒന്ന് മറിച്ചു നോക്കി റിവൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുക എന്ന് പറയുന്നത് തിടുക്കത്തിൽ കാര്യം നിർവഹിക്കുക എന്നാണ്. ഓലപ്പാമ്പ് എന്ന് പറയുന്നത് വ്യർത്ഥമായ ഭീഷണിയാണ്. അതുപോലെ കടലാസ് പുലിയും വ്യർത്ഥമായ ഭീഷണിയാണ്. ഓലപ്പാമ്പ്, കടലാസ് പുലി വ്യർത്ഥമായ ഭീഷണി, കാര്യമൊന്നുമില്ല. കതിരിന്മേൽ വളം വയ്ക്കുക കാലം തെറ്റി പ്രവർത്തിക്കുക എന്നാണ്. കഥയറിയാതെ ആട്ടം കാണുക, അതായത് കാര്യം മനസ്സിലാക്കാതെ ഇടപെടുന്നതിനെയാണ് കഥയറിയാതെ ആട്ടം കാണുക. കഥ കഴിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നാണ് അർത്ഥം. കഥ കഴിക്കുക. കഥാവശേഷനാകുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നും. കഥ കഴിക്കുക കൊല്ലുക എന്നും, കഥാവശേഷനാകുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ് അർത്ഥം. കരതലാമലകം എന്ന് പറഞ്ഞാൽ വളരെ സ്പഷ്ടമായത് എന്നാണ്. കരതലാമലകം വളരെ സ്പഷ്ടമായത്. കരുണീപ്രസവം അപൂർവമായ സംഭവത്തെയാണ് കരുണീപ്രസവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് PSC ബുള്ളറ്റിനിലെ വിവരങ്ങളാണ്. ഇതിലേതെങ്കിലും തെറ്റെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിഹരിച്ചു പോകാം. കരി തേക്കുക എന്ന് പറയുന്നത് ആക്ഷേപിക്കുക എന്നാണ് അർത്ഥം. കരി തേക്കുക ആക്ഷേപിക്കുക. കരുപ്പിടിപ്പിക്കുക രൂപപ്പെടുക എന്നാണ് അർത്ഥം. രൂപപ്പെടുത്തുക. നിങ്ങൾ ഇതൊക്കെ ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. ഇത് ജസ്റ്റ് 2 പ്രാവശ്യം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഇത് നോട്ട് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ കേട്ട് തന്നെ പഠിക്കുക. പിന്നെ പറഞ്ഞു ആരോ നിങ്ങൾ കമൻറ്റ് ചെയ്തപ്പോൾ വീഡിയോ കാണണമെന്നുണ്ട്, നല്ല വീഡിയോസൊക്കെയാണ്, പക്ഷേ സ്വന്തമായി മറ്റു പല കാര്യങ്ങളും പഠിക്കാനുള്ളതുകൊണ്ട് ടൈം കിട്ടുന്നില്ല എന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് ഇത് 2x സ്പീഡിലിട്ട് കേൾക്കുക. നിങ്ങളുടെ വീഡിയോയുടെ റൈറ്റ് സൈഡിൽ സെറ്റിംഗ് ഉണ്ടല്ലോ, സെറ്റിങ്സിൽ 2x സ്പീഡിലിട്ട് നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ വേഗത്തിൽ നിങ്ങൾക്ക് കേട്ട് പോകാൻ പറ്റും. പരമാവധി പഠിച്ചിട്ടുള്ളവർക്കൊരു റിവിഷനും ആകും. അപ്പോൾ അടുത്തത് കച്ചകെട്ടുക എന്നാണ്. കച്ചകെട്ടുക എന്ന് പറഞ്ഞാൽ തയ്യാറാവുക എന്നാണ് അർത്ഥം. കച്ചകെട്ടുക, തയ്യാറാവുക. കണ്ണടയ്ക്കുക മീൻസ് കണ്ടില്ലെന്ന് നടിക്കുക, അതാണ് കണ്ണടയ്ക്കുക, കണ്ടില്ലെന്ന് നടിക്കുക. കണ്ണിൽ പൊടിയിടുക എന്ന് പറഞ്ഞാൽ ചതിക്കുക എന്നാണ്. കണ്ണിൽ പൊടിയിടുക, ചതിക്കുക. കണ്ണിൽ മണ്ണിടുക, അതും വഞ്ചിക്കുക എന്നാണ് അർത്ഥം അല്ലേ. കണ്ണിൽ മണ്ണിടുക, വഞ്ചിക്കുക. കണ്ണിൽ പൊടിയിടുക, ചതിക്കുക. കണ്ണിൽ മണ്ണിടുക, വഞ്ചിക്കുക, എല്ലാം ഒരേ മീനിങ് ആണ്. കണ്ണിലെ കരട് എന്ന് പറയുന്നത് സദാ ഉപദ്രവകാരിയായിട്ടുള്ളതിനെയാണ് കണ്ണിലെ കരട് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കണ്ണിലെ കരട്. അതേപോലെ കണ്ടക്ഷോഭം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിഷ്ഫലമായ സംസാരം എന്നാണ് അർത്ഥം. കണ്ടക്ഷോഭം ചെയ്യുക, നിഷ്ഫലമായ സംസാരം എന്നാണ് അർത്ഥം. നമ്മൾ എല്ലാ ടോപ്പിക്കുകളുടെയും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക, ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ കാണുക, പ്രയോജനപ്പെടുത്തുക.
കലക്കി കുടിക്കുക എന്ന് പറഞ്ഞാൽ മുഴുവനും ഗ്രഹിക്കുക എന്നാണ് അർത്ഥം. കലക്കി കുടിക്കുക അല്ലെ, കലക്കി കുടിക്കുക, മുഴുവനും ഗ്രഹിക്കുക എന്നാണ് അർത്ഥം. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക, കുഴപ്പത്തിൽ മുതലെടുക്കുക എന്നാണ്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക, കുഴപ്പത്തിൽ മുതലെടുക്കുക. കാകവൃത്തി, കാകവൃത്തി നിന്ദ്യമായ ജീവിതം, അതാണ് കാകവൃത്തി, നിന്ദ്യമായ ജീവിതം. കാനന ചന്ദ്രിക, കാനന ചന്ദ്രിക ഉപയോഗശൂന്യമായത്, അതാണ് കാനന ചന്ദ്രിക, ഉപയോഗശൂന്യമായത്. കാനൽ ജലം, കാനൽ ജലം മിഥ്യാഭ്രമം എന്നാണ്, കാനൽ ജലം മിഥ്യാഭ്രമം എന്നാണ്. അപ്പോൾ ഇത്രയുമാണ് ശൈലികളിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്